നല്ലൊരു മത്തിക്കറീൻ്റെ റെസിപ്പി കണ്ടാലോ? നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കപ്പൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയും സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു 10-15 അല്ലി ചുവന്നുള്ളിയും ഏകദേശം ഒരു 8ഓളം അല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരുപാട് അരിഞ്ഞു പോകാനായിട്ട് നിൽക്കണ്ടേ. നമ്മളിതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഈ ഒരു ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഇനി ഇതാ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാനൊന്ന് കുതിരാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ലോണം പെട്ടെന്ന് തന്നെ അതിൻ്റെ ചാറൊക്കെ ഇളകി വരാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കോ മുഴുവനായിട്ടും അതിൻ്റെ സത്തൊക്കെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗവിലേക്കൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മീൻകറി എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് നല്ലോണം ചൂടായിട്ട് ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 5-6 അല്ലിയോളം ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടേ. നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ഉണ്ടാവുക. കടുകിട്ട് വറവിടുന്നതിനും കാട്ടിലും നന്നാവുക ഈ ഒരു ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചീൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, അടിയിൽ പിടിക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ഞാനൊരു വലിയ സൈസിലുള്ള തക്കാളി നല്ലോണം പേസ്റ്റാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ തക്കാളി മതി എന്ന് പറഞ്ഞത്. നമ്മൾ പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പുളി ആയിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിയുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. നല്ലോണം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3/4 ടീസ്പൂണോളം പിരിയമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മസാലൻ്റെ പച്ചമണക്കൊന്ന് മാറുവോളും നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണേ. ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്ന് വെച്ചാൽ കരിഞ്ഞു പോകും, അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയില്ലേ, അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതാണ് കറിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒഴിച്ചിട്ടില്ല. ഞാൻ ആ ഒരു ബൗളിൽ നിറച്ചുമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ മസാലകളൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കുക കേട്ടോ. മത്തി മാത്രമല്ല കേട്ടോ, ഏത് മീൻ വെച്ചിട്ടും ഇതുപോലത്തെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അയില വെച്ചിട്ടും വേറെ ഏതായാലും കഷ്ണമീനായാലും ഏത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടേ. ഞാൻ മീൻ ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതുണ്ടല്ലോ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇനി ചെറിയൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു തുണി എന്തെങ്കിലും കൂട്ടി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുഴറ്റി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ഇതിലേക്ക് നേരിട്ട് തന്നെ കയ്യിൽ ചേർത്ത് കൊടുക്കുമ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്തതിന് ശേഷം ഞാനിതാ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കിയിട്ടും ഇത് തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മൺചട്ടി ആകുമ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ, ഇങ്ങനെ തന്നെ തിളച്ചുകൊണ്ടിരിക്കില്ല. ഒരു 5 മിനിറ്റോളൊക്കെ ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറീൻ്റെ റെസിപ്പി. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് എല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.